അമ്മ ജീവിക്കുന്നത് തന്നെ ഇവർക്ക് രണ്ടുപേർക്ക് വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല, എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുമായിരുന്നു. ഭർത്താവിന്റെ 5 വർഷമായി കണ്ണിന് കാഴ്ച 2 നഷ്ടപ്പെട്ടു. നിത്യരോഗികളായ കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നു. അന്ധനായ ഗൃഹനാഥൻ, വികലാംഗയായ ഗൃഹനാഥ, മാനസിക വൈകല്യമുള്ള മകൻ. ഒരു കുടുംബത്തിന്റെ ദയനീയ അവസ്ഥയാണിത്. കണ്ണു നനയാതെ കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു കാഴ്ച. 4 വർഷം കഴിഞ്ഞ് എൻ്റെ കണ്ണിങ്ങനായിപ്പോയിട്ട് 2 കണ്ണും കാഴ്ചയില്ലാതായിപ്പോയി. വേലയ്ക്കും പോകാൻ പറ്റില്ല, ജോലി ചെയ്യാൻ പറ്റില്ല. കൂടെ ഇരിക്കുമ്പോൾ കാല് ടക്കന മുട്ട് മടങ്ങി അങ്ങ് പോവും. അപ്പം അങ്ങനെയുണ്ട്, BP ഉണ്ട്, എല്ലാം കൊണ്ടൊരു അസുഖമായി മാറി. ഏലാപ്പുറം സ്വദേശികളായ കൃഷ്ണൻ, ഭാര്യ ഇന്ദിര, മകൻ രാഹുൽ എന്നിവരാണ് ദുരിത ജീവിതം അനുഭവിക്കുന്നത്. സ്വന്തമെന്ന് പറയാൻ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ഈ ദരിദ്ര കുടുംബം കഴിഞ്ഞ 2 വർഷമായി വാടക വീട്ടിലാണ് താമസം. വാടക മുടങ്ങിയതിനെ തുടർന്ന് ഏതു നിമിഷവും വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയിലാണിവർ. 10-24 വർഷമായി ഞാൻ വാടകയ്ക്ക് കിടക്കാൻ തുടങ്ങിയിട്ട് യാതൊരു നിവൃത്തിയില്ല. എൻ്റെ ഭർത്താവിൻ്റെ 5 വർഷമായി കണ്ണിന് കാഴ്ച 2 നഷ്ടപ്പെട്ടിട്ട് 29 വയസ്സായ ഒരു മാനസിക പ്രശ്നം. എൻ്റെ പക്കൽ ഇനിയുള്ളത് ആത്മഹത്യ മാത്രമേ ഉള്ളൂ. അല്ല, യാതൊരു നിവൃത്തി എനിക്കില്ലാതെ ഇവർ 2 പേരെയും കൊന്നിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാനും പറ്റും. അല്ല, യാതൊരു നിവൃത്തി എനിക്കില്ല. ഇവരെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റില്ല. ആ രീതിയിലാണ് എനിക്ക് കയറി കിടക്കാടോ ഇല്ല. ഈ വീട്ടിൽ ഞാൻ 10-15 ദിവസത്തിനകം അവർക്ക് മാറിക്കൊടുക്കണം. അവരുടെ നന്മയുടെ പുറത്താണ് ഞാൻ ഈ 2 വർഷവും കിടന്നത്. ഒരു പൈസ വാടക മേടിക്കാതെയാണ് അവർ കിടന്നത്. 4.5 വർഷമായി ഞാൻ ഇതിനകത്ത് കയറിയിട്ട്. ഞാനും ഒരു വികലാംഗിയാണ്. എന്നെ കൊണ്ട് ഇവിടെ തൊഴിലുറപ്പിനൊന്നും പോയി നിന്ന് ജോലി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. റേഷൻ അരി കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ഈ കുടുംബം പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നത്. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവർ ഇനി മുട്ടാൻ വാതിലുകളില്ല. മക്കളെ ഒരു നേരത്തെ ആഹാരത്തിന് വരെ ഇപ്പം അമ്മയ്ക്ക് യാതൊരു നിവൃത്തിയില്ല. സർക്കാർ തരുന്ന ഈ അരി മാത്രമേ ഉള്ളൂ. ഇതിന് ഒരുപാട് ഗുളിക കൊടുക്കുന്ന ഒരു കുട്ടിയാണ്. അതിനൊരു ഗ്ലാസ് പാല് പോലും വാങ്ങിച്ചു കൊടുക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലാണ് ഞാൻ എൻ്റെ ജീവിതം ഇപ്പോഴും നിൽക്കുന്നത്. വഴിമുട്ടി നിൽക്കുകയാണ്. അമ്മ ജീവിക്കുന്നത് തന്നെ ഇവർക്ക് 2 പേർക്ക് വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല, എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ വലത്തൂശവും ഇടത്തൂശവും നിൽക്കുന്ന ഈ 2 പേരെ ഓർമ്മിച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയാത്ത ഒരു മട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ഒരവസ്ഥയിലാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചു പോകുന്നത്. അധികാരി വർഗങ്ങൾ പോലും ഇവർക്ക് മുമ്പിൽ കണ്ണടച്ചിരിക്കുകയാണ്. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.